ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്താണ്? ഇത് വേറൊന്നുമല്ല. ഞാൻ സഭയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം നമ്മൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ബേസിലാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്. അതായത് ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് തന്നെ തോന്നുകയാണ്, എനിക്ക് ഇത്ര അനുഗ്രഹം തന്ന ദൈവത്തിന് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കഴിവൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നൊരു കുറ്റബോധം. ഇപ്പം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് വരുമ്പോൾ നമുക്കങ്ങനെ തോന്നി നമ്മൾ ആ ഏരിയയിൽ ചെന്ന് പെടുക. അതായത് ഒരു ചർച്ച ഏരിയയിൽ ചെന്ന് പെടുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ദൈവത്തിലോട്ടാണ്. അപ്പോൾ ആ ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾക്ക് വരുന്നൊരു ഡെഡിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഡെഡിക്കേഷൻ നമ്മളവിടെ ഫുൾഫിൽ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന യുവജനങ്ങളാണ്. അപ്പോൾ അവരും നമ്മളുടെ വൈബിനനുസരിച്ചിട്ട് തന്നെ അവരും പ്രവർത്തിക്കും. ഇപ്പോൾ ചെറിയ പിള്ളേരാണ്, അവരൊരു അപ്രീസിയേഷൻ ആഗ്രഹിക്കും, പക്ഷെ അതവിടെ കിട്ടാറില്ല. പകരം കുറച്ചൊരു 45 അപ്പോൾ ഏജുള്ള കുറച്ച് ലേഡീസ് ആ ഏരിയയിലുണ്ട്. അവരെ കുറച്ചും കൂടി യങ് ആക്കുന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്ത് അവരിങ്ങനെ ഹാർഡ് വർക്കിനേക്കാളും കൊണ്ടുള്ള വർക്ക്, അതുപോലെ എല്ലായിടത്തും ഞങ്ങൾ അംഗീകരിക്കപ്പെടണം എന്നും പറഞ്ഞിട്ട് ഈ പള്ളിയേരിയിൽ ഇറങ്ങി നടക്കുന്ന കുറേ സ്ത്രീകളുണ്ട്. അപ്പോൾ അവരുടെ മുൻപിൽ ഈ പിള്ളേർ ചെയ്ത ഹാർഡ് വർക്ക് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവർക്ക് സ്വയം തോന്നുകയാണ് ഈ ലേഡീസിന് അവർക്കുള്ള ഒരു വില അവിടെ കുറഞ്ഞു പോകുന്ന പോലെ. അപ്പോൾ ഈ പിള്ളേർക്ക് ഒപ്പം ഹാർഡ് വർക്ക് ചെയ്യേണ്ടതിന് പകരം ഇവർ ചെയ്യണത് ഇമോഷണലായ കുറച്ച് ബ്ലാക്ക് മെയിലിങ്. അതായത് ഞങ്ങൾക്കിപ്പോൾ ഒരു വിലയില്ല, ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ പള്ളിക്ക് വേണ്ടി എങ്ങനെ പോയപ്പോൾ കുറേ പേർ ഞങ്ങളെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു വർക്ക് ചെയ്തിട്ടില്ല ആക്ച്വലി. പക്ഷെ ഇവരിങ്ങനെ കരഞ്ഞ് ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്, പുതിയ ആൾക്കാർ വന്നപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള മൂല്യമില്ല ഇതൊക്കെ പറഞ്ഞ ഒരു ഇമോഷണൽ സൈഡിൽ. ശരിക്കും അതിന് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്ന് തന്നെ പറയാം. അതിൽ സിസ്റ്റേഴ്സും ഉണ്ട്. വരുമ്പോൾ ഇവരിങ്ങനെ കരയുന്ന കാണുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇതേ വേവ് ലെങ്ത്തുള്ള കുറേ ആണുങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ഈ പിള്ളേർക്ക് കിട്ടേണ്ട 100 ഔട്ട് ഓഫ് 100 കിട്ടേണ്ട അപ്രീസിയേഷൻ അവിടെ ഡിവൈഡ് ചെയ്യപ്പെടുക. ഒരു ഹാർഡ് വർക്കും ചെയ്യാത്തവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കപ്പെടുക. അപ്പോൾ യുവജനങ്ങളെന്നൊക്കെ പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർ തളർന്ന് അവർക്ക് സ്വയം തോന്നുന്നുണ്ട് ഇവിടെ ഒരു ന്യായമില്ല, ഞങ്ങൾ എന്ത് ചെയ്താലും അതിൻ്റെ ക്രെഡിറ്റ് പബ്ലിക്കിൻ്റെ മുൻപിൽ കൊണ്ടുപോകുന്നത് വേറെ ആൾക്കാർ, അവരുടേതായ ലോജിക്കുകളും അവരുടെ ഐഡിയാസും വേറെ ആൾക്കാർ അടിച്ചു മാറ്റിയാൽ എങ്ങനെയുണ്ടാവും, അവരുടെ ഹാർഡ് വർക്ക് വേറെ ആൾക്കാർ കൊണ്ടുപോയാൽ എങ്ങനെ ഇരിക്കും. ഇതൊക്കെ കുട്ടികളെ ഫേസ് ചെയ്യുന്നത് കൊണ്ടാണ് അവരത് ഇട്ടിട്ട് പോണേ. ആ ഏരിയ തന്നെ അവർ ഉപേക്ഷിച്ച് പോകണം. കാര്യം അവർ ദൈവത്തിൽ നിന്നൊരു ദൈവം എന്ന് പറഞ്ഞൊരു നീതിയാണ് എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്നിടത്ത് നീതിയില്ലാത്ത പ്രവൃത്തികളിലോട്ട് ഈ പറഞ്ഞ സ്ത്രീകളും പുരുഷന്മാരും കാരണം സംഭവിക്കുന്നതാണ് അവിടെ. ഇതൊക്കെയാണ് യുവജനങ്ങൾ പള്ളിയിൽ നകന്ന് നിൽക്കുന്നതും സഭയിൽ നകന്ന് നിൽക്കുന്നതിനൊക്കെ ഒരു കാരണം. അപ്പോൾ ഇനിയെങ്കിലും അത് ചിന്തിച്ച്, അതായത് ആ ഏരിയയിലോട്ട് എടുക്കുന്ന മുതിർന്ന ആൾക്കാർ നമ്മളെപ്പോഴും നല്ല രീതിയിൽ ഒരു സ്ക്രീൻ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. അതിൻ്റെ ഒരു കുറവാണ്. അതായത് ഒരു നെപ്പോട്ടിസം സ്റ്റൈലൊക്കെ അവിടെ ഉണ്ട്. അതിലൊക്കെ ഒരു മാറ്റം വന്നാൽ മാത്രമേ പുതിയ തലമുറ അടുക്കുള്ളൂ. അവർ വന്നു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും.